നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ പടിഞ്ഞാറത്ര മീമുട്ടി വാട്ടർഫാൾസ്, അതിൻ്റെ പാർക്കിംഗ് ഏരിയകളാണ് കാണുന്നത്. വാട്ടർഫാൾസിലേക്ക് കുറച്ചുകൂടെ മേലോട്ട് പോകണം. അപ്പോൾ ഈ വാട്ടർഫാൾസിൻ്റെ തൊട്ടടുത്തുനിന്ന് ഒരു 400 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന സ്ഥലമുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകളുള്ള ഏരിയ ആണ് കേട്ടോ. ഇപ്പോഴും നല്ല രീതിയിൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്, നല്ല തിരക്കുള്ള ഏരിയ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 300-400 മീറ്ററിൽ 3 ഏക്കറാണ്. നമുക്ക് ബാക്കി നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടെടുക്കാം. നമ്മളിപ്പോൾ ഏതാണ്ട് സ്ഥലത്തെത്തി. നിങ്ങൾ എൻ്റെ മുമ്പിലൊരു ഇലക്ട്രിക് പോസ്റ്റ് കാണുന്നുണ്ടാവും. അവിടെ മുതൽ അങ്ങോട്ട് സ്ഥലം തുടങ്ങുകയാണ് കേട്ടോ. ഈ റോഡാണ് ഇങ്ങോട്ട്. എല്ലാ വണ്ടിയും വരും കേട്ടോ. നമ്മളിപ്പോൾ കാർ വെയിറ്റാണ് വരുന്നത്. എല്ലാ വണ്ടിയും എത്തുന്ന ഏരിയ ആണ്. കംപ്ലീറ്റ് റിസോർട്ടുകളാട്ടോ ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ളത്. ഫുള്ള് ഒരുപാട് റിസോർട്ടുകളുണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ എൻ്റെ ഇടത് സൈഡിൽ കാണുന്നതാണ് ലാൻഡ്. നിങ്ങൾ ജസ്റ്റ് കാണുന്നുണ്ടാവും. നമുക്കൊന്ന് ഈ ലാൻഡിൻ്റെ അവിടം വരെ പോയിട്ട് വരാം. ലാൻഡിൻ്റെ അറ്റം വരെ ജസ്റ്റ് ഒന്ന് വണ്ടിയിലിരുന്ന് കാണാം. ഇങ്ങനെയാണ് വരുന്നത് ഇടത് സൈഡുള്ള ലാൻഡ് കേട്ടോ. ബാക്കി ഞാനൊന്ന് ഇറങ്ങിയിട്ട് എടുത്തു തരാം. നമ്മൾ ഏതാണ്ട് കാണുന്നുണ്ടാവും. നല്ല ഒരു ചെറിയ സ്ലോപ്പിൽ കിടക്കുന്ന 3 ഏക്കർ ലാൻഡാണ്. ഏതാണ്ട് ഇവിടം വരെ ഇതിൻ്റെ റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട്. ഇവിടം വരെ ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നുണ്ട് കേട്ടോ. ഞാനിവിടുന്ന് ഒന്ന് നിർത്തിയിട്ട് എടുത്തു തരാം. ഞാൻ ഈ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ല രസമുള്ളൊരു മലേൻ്റെ വ്യൂ ഉണ്ട് കേട്ടോ തൊട്ടടുത്ത് തന്നെ. നിങ്ങൾ ഈ ടയർ കാണുന്നുണ്ട്. ഈ ടയറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെയാണ് ലാൻഡ് തുടങ്ങുന്നത്. ഈ റോഡിൻ്റെ വലതുവശം ചേർന്ന് കിടക്കുന്ന ലാൻഡാണ്. നല്ല രസമുള്ള ഭൂമിയാണ്. ചെറിയൊരു സ്ലോപ്പിൽ അങ്ങനെ പോവാണ് താഴോട്ട്. 3 ഏക്കറ നല്ല വ്യൂ കേട്ടോ. ഈ 3 ഏക്കറിൽ നമുക്ക് വാട്ടർ വ്യൂ വരുന്നുണ്ട്. ഞാനൊന്ന് സൂം ചെയ്ത് തരാം. പടിഞ്ഞാറത്ര ഡാമാണ് കാണുന്നത്. ഇത് ഇവിടുന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ നിന്ന് എവിടെ നോക്കിയാലും ഈ ഒരു വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല വ്യൂ ആണ്. മലേൻ്റെ ഒക്കെ ഫുള്ള് വ്യൂ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്നും കൂടെ ഞാനൊന്ന് എടുത്തു തരാം. നമ്മളിപ്പോൾ കുറച്ച് താഴോട്ട് പോകുന്നു കേട്ടോ. എല്ലായിടത്തും ഈ വ്യൂ ഉണ്ട് കേട്ടോ. വാട്ടർ വ്യൂ ഉണ്ട്. എത്രത്തോളം ക്ലിയർ ഉണ്ട് അറിയില്ല. ഈ ലാൻഡിൻ്റെ എല്ലാ ഭാഗത്തുനിന്നുണ്ട്. വലിയ ചെരുവൊന്നുമല്ല കേട്ടോ, എന്നാൽ ചെറിയൊരു സ്ലോപ്പുണ്ട്. ഫുള്ള് മരങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ മരങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. താഴെ ഒരു JCB പണിയെടുക്കുന്ന കാണുന്നത്. ആ റോഡ് വിട്ട് കേട്ടോ ഫുള്ളായിട്ട്. ഡാമിൻ്റെ നല്ല വ്യൂവാണ്. എല്ലാ ഭാഗത്തും വ്യൂ ഉണ്ട്. അപ്പോൾ ഇത് ടോട്ടൽ 3 ഏക്കറയാണ് ലാൻഡ് ഉള്ളത്. ഒറ്റ പ്ലോട്ടായിട്ട് കിടക്കുകയാണ്. ഇവരിത് ഒന്നിച്ച് കൊടുക്കും, അല്ലെങ്കിൽ നമുക്ക് 1-2 പ്ലോട്ടായിട്ട് നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ ഒരു 50 സെൻറ്റ് വെച്ചിട്ട് ഒരു 6 പേര് വില്ലിംഗ് ആയിട്ട് വരികയാണെങ്കിൽ അങ്ങനെ ഏതാണ്ട് ഒരുമിച്ച് കച്ചവടം ചെയ്യാമല്ലോ. അതിന് ഇവർ റെഡിയാണ്. നല്ല പ്രൊജക്റ്റുകൾ പോവും. നമുക്ക് തൊട്ടടുത്ത് മീമുട്ടി വാട്ടർഫാൾസൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഗസ്റ്റിനെ കിട്ടും. ഇതൊരു പഴയ വീടായിരുന്നു, ഇതിലുള്ള ഒക്കെ പൊളിച്ചു പോയി. ഇപ്പോൾ ഏതാണ്ട് ഇവിടെ നിന്നാൽ നമ്മളിപ്പോൾ ലാൻഡിൻ്റെ ഏതാണ്ട് ഒരു സെൻറ്ററിലാണ് നിൽക്കുന്നത്. നമുക്കൊരു ഐഡിയ കിട്ടും. ഇങ്ങനെയൊക്കെയാണ് ലാൻഡ് വരുന്നത്. ചുറ്റും റോഡാണ്. ഇങ്ങനെ റോഡ് പോകുന്നുണ്ട്. റോഡ് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രണ്ട് ഉണ്ട്. ഇവിടുത്തെ ഇങ്ങോട്ട് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഡാമിൻ്റെ വ്യൂ ഇപ്പം സൂമൊന്നും ചെയ്യാണ്ട് തന്നെ ഇവിടുന്ന് ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ പറമ്പെന്ന്
അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഭൂമി ഉള്ളത്. നമുക്ക് പ്രൊജക്റ്റിന് പറ്റിയൊരു ഭൂമിയാണ്. എന്നാൽ വലിയ ചെരുവില്ല, ചെറിയ സ്ലോപ്പുണ്ട്. നമുക്ക് വില്ലകളൊക്കെ എടുക്കുമ്പം ഒരു വില്ലയ്ക്കും മറയായിട്ട് അടുത്ത വില്ല ഉണ്ടാവില്ല, ആ ഒരു സ്ലോപ്പുണ്ട്. നല്ല രസമാണ്. നല്ല മഞ്ഞുള്ള സമയത്തൊക്കെ നല്ല കോട കിട്ടുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഏതാണ്ട് ഭൂമീൻ്റെ എല്ലായിടത്തും ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. മലേൻ്റെ വ്യൂ ഉണ്ട്, ഡാമിൻ്റെ വ്യൂ ഉണ്ട്, തൊട്ടടുത്ത് മീൻമുട്ടി വെള്ളച്ചാട്ടമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ ലാൻഡ് കിടക്കുന്നത്. അപ്പോൾ ലാൻഡ് ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ടോട്ടൽ 3 ഏക്കർ ലാൻഡ് കേട്ടോ. പട്ടയം ജന്മം പട്ടയമാണ്, പേപ്പേഴ്സൊക്കെ ക്ലിയറാണ്. നമ്മളെ പടിഞ്ഞാറത്തറയാണ്, ഡാം അടുത്താണ്. ഇവിടെ തൊട്ടടുത്ത് 400 മീറ്ററിൽ ഞാൻ പറഞ്ഞ മാതിരി വാട്ടർഫാൾസ് ഉണ്ട്. പ്രൊജക്റ്റിന് പറ്റും. നല്ല ലാൻഡാണ്, എല്ലാ സൗകര്യമുള്ള ലാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ വില പറയുന്നത് സെൻറ്റിന് 1,10,000 രൂപ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ 50 സെൻറ്റ് വെച്ച് പീസൊക്കെ ആക്കി മുറിക്കുമ്പോൾ റേറ്റ് മാറും കേട്ടോ. ഒന്നിച്ചുള്ള വിലയാണ് പറയുന്നത്, 1,10,000 രൂപ. പടിഞ്ഞാറത്തറൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഡാം ഫ്രണ്ടേജിനൊക്കെ 3 ലക്ഷം 4 ലക്ഷം രൂപയായി വിലയായി. അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഏരിയയാണ്. അപ്പം ഈ ഒരു ഭൂമി താല്പര്യമുള്ള ആൾക്കാരെ എൻ്റെ നമ്പറിൽ വിളിക്കുക, നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.